Hi everyone, welcome to channel Sasta Foods. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മിൽക്ക് പേടയാണ്. അപ്പോൾ എങ്ങനെയാണ് മിൽക്ക് പേട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ മിൽക്ക് പേട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഗ്യാസിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നല്ല കട്ടിയുള്ള ഒരു പാൻ ഒരു പാത്രമായി വെക്കുക. ഇനി ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 1.5 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പാലൊന്ന് തിളപ്പിക്കുക. ഇപ്പം പാൽ തിളച്ചിട്ടുണ്ട്. ഇതിങ്ങനെ നല്ല കട്ടിയുള്ള പാൽ വേണം എടുക്കാൻ. ഇത് നല്ലോണം കുറുക്കിയെടുക്കണം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, പാൽ നേരത്തേക്കാട്ടിലും ഒരു 50% കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കുക, അപ്പം പെട്ടെന്ന് കുറുകി കിട്ടും. നിങ്ങൾക്ക് ആണിവിടെ കുറുകി വരുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സ് ആയിട്ടുണ്ട്. സോ ഇനിയും ടൈം എടുക്കും. അപ്പം നിങ്ങൾക്കിവിടെ കാണാൻ പാൽ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ കിട്ടുന്നതാണ് മാവ് അല്ലെങ്കിൽ കോയ എന്ന് പറയുന്നത്. കോയ നമ്മൾ ഗുലാബ് ജാമുൻ അതുപോലെ തന്നെ റസ്കിലും ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാറുണ്ട്. ഇത് ഓൾമോസ്റ്റ് 1 മണിക്കൂർ എടുക്കും ഇതിങ്ങനെ കട്ടിയായിട്ട് കിട്ടാൻ. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് മിൽക്ക് പേട ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് 1 കപ്പ് മിൽക്ക് എടുത്തിട്ട് അതിനകത്തോടെ മിൽക്ക് പൗഡർ അല്ലെങ്കിൽ കോയ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അത് ആഡ് ചെയ്തിട്ട് ഷുഗർ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഇതിലോട്ട് 1/4 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യുക. അപ്പം നിങ്ങൾക്കിവിടെ കാണാം, ഇത് പാനിയിൽ നിന്ന് നല്ലോണം വിട്ട് വരുന്നുണ്ട്. ഇനി ഇതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ കോയ ഇവിടെ നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് ഗീ എന്തെങ്കിലും തേച്ചിട്ട് നമുക്കിത് ചെറിയ ചെറിയ ബോളായിട്ട് എടുക്കാം. നല്ലോണം ബോളാക്കുക ഇങ്ങനെ. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തിൽ കുക്ക് ചെയ്യാൻ നേരത്ത് ഗീ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഓൾറെഡി പാൽ നല്ല കൊഴുപ്പുള്ള പാലാണ്, നല്ല ഫാറ്റുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. പാലും ഷുഗറും മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.